കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത് വന്നു. ഭർത്താവ് ശ്രീജിത്ത് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് സഹോദരൻ ജിഷ്ണു പറയുന്നത്. ശ്രീജിത്തിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് പോലീസിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ജിഷ്ണു പ്രതികരിച്ചിട്ടുണ്ട്. അമ്മയായിട്ടായിരുന്നു പ്രശ്നം. ഭർത്താവിൻ്റെ അമ്മയായിട്ട് അവരങ്ങോട്ട് മിണ്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ ഇങ്ങനെ കാര്യങ്ങളായിരുന്നു. നമ്മളവിടെ പോയി സംസാരിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് പിന്നെയും വീട്ടിൽ ഒരു 3-4 ദിവസം മുമ്പ് വീട്ടിൽ വന്നായിരുന്നു. അതേപോലെ ഒന്നും പറഞ്ഞൊന്നുമില്ല, എപ്പം വന്നു പോകുന്ന പോലെ അങ്ങ് പോയി. ഭർത്താവ് എപ്പോഴും അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഫാമിലി അല്ലേ, സംശയം എന്ന് വെച്ചാൽ ഈ സമയം വരെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഇതുവരെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല. ഇന്നലെ സ്റ്റേഷനിലും വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. ഓക്കെ, മാനസികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ വീട്ടിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ ഇവരെ ഫാമിലിയുള്ളവർ പോയിട്ട് മധ്യസ്ഥം പറഞ്ഞ് തീർക്കുകയും ചെയ്തത്. ചെറിയ കുഞ്ഞാവുന്നതിന് മുന്നേ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇവർ ഇതിന് പോയത്. എങ്ങനെ മധ്യസ്ഥം പറഞ്ഞ് തീരുമാനമാക്കി. അങ്ങനെ ഇനിയൊരു പ്രശ്നം ഉണ്ടാകരുത്. എങ്ങനെ കുടുംബത്തിൽ ഫാമിലി ഇപ്പം അമ്മായിയമ്മമാരൊക്കെ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെയും കുട്ടീനെ അങ്ങോട്ട് വിടുന്നത്. പക്ഷേ ഇവൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. കാരണം അങ്ങനെ ഓള് ചെയ്യൂല. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഗോകുൽ. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് കണ്ണൂർ കേളകം സ്വദേശിയായിട്ടുള്ള ജിസ്ന എന്ന് പറയുന്ന യുവതിയെ ഭർത്താവിൻ്റെ പൂനൂരിലുള്ള വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ 2 വയസ്സുള്ള കുട്ടി കരയുന്നത് കേട്ടിട്ട് അയൽവാസികളായിട്ടുള്ള ആളുകൾ വരികയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ബാലുശ്ശേരി പോലീസാണ് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പിന്നീട് പോലീസ് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലൊരു ആപത്ത് സംഭവിച്ചു എന്ന കാര്യം പറയുന്നത്. എന്നാൽ ഈ സമയം വരെ ഈ ഭർത്താവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറായിട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. അതുതന്നെയാണ് ഇവരുടെ ആരോപണങ്ങൾക്ക് കാരണവും. നേരത്തെ തന്നെ ഈ ഭർത്താവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭർത്താവിൻ്റെ അമ്മയുടെ ഇടപെടൽ മൂലം പല മാനസിക പ്രയാസങ്ങളും ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഭർത്താവ് മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതിന് ശേഷവും ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഭർത്താവോ കുടുംബമോ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലില്ലാത്ത സമയത്ത് പോലും ഇത്തരൊരു സംഭവം നടന്നിട്ട് പോലും എന്താണ് ഈ അന്വേഷിക്കാൻ തയ്യാറാകാത്തത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി പോലീസിൽ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണവും നമ്മൾ തേടാനായി മെഡിക്കൽ കോളേജിൽ തന്നെ നമ്മളിപ്പോൾ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.